അമേരിക്ക എന്ന് വെച്ചാൽ നേരത്തെ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് വർത്തി പാർട്ണറായിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഫാദർലി ഫിഗറായിരുന്നു എല്ലാവർക്കും. ഇപ്പം അത് മാറിയിട്ടൊരു ഒരു ബ്രദർലി ഫിഗറിലേക്ക് മാറിയിട്ടുണ്ട് അവർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, എന്നാൽ എൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ നിൻ്റെ കാര്യം നോക്കുള്ളൂ എന്നുള്ള സ്റ്റൈലിലേക്ക് മാറി. ഫാദർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അങ്ങേരുടെ കാര്യം ബഹുമാനമല്ല, അങ്ങേരുടെ കാര്യം നോക്കിയില്ലെങ്കിൽ നമ്മുടെ കാര്യം അങ്ങനെ നോക്കും. ശരിയല്ലേ? ഒരു ഫാദറും മകനും എന്നുള്ള എന്താ, മകൻ്റെ കാര്യം നമുക്ക് എപ്പോഴും പ്രയോറിറ്റിയാണ്. മനസ്സിലായി? ബ്രദറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ബ്രദർ അവൻ്റെ കാര്യം, ബ്രദറിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് അവൻ്റെ കാര്യം നോക്കുള്ളൂ അല്ലേ? ആ ഒരു സ്റ്റൈലിലേക്കായി. ഇനി അത് ശത്രുവിൻ്റെ സ്റ്റൈലിലേക്ക് ആവും. ശരി, വലിയ താമസമില്ലാണ്ട്. കാര്യം വെച്ചാൽ അവരുടെ പ്രത്യേകിച്ച് ട്രംപ് അത് ആക്സിലറേറ്റ് ചെയ്യും. കാരണം എല്ലാ റിലേഷൻഷിപ്പും നശിപ്പിക്കാൻ ഇതേപോലത്തെ ഒരു സ്ട്രാറ്റജി, ഇതിൽ ഈസിയായിട്ടുള്ള സ്ട്രാറ്റജി ഇനി വേറെ ഇല്ല. അമേരിക്കയ്ക്ക് നശിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ സംഗതിയാണ് ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം കാണിക്കുന്ന ഈ വങ്കത്തരങ്ങൾ സഹിക്കാണ്ടായിരിക്കും മിക്കവാറും മസ്ക് വരെ കൂടെ പുള്ളിയുടെ കൂടെ നിന്ന പുള്ളി വരെ പുറത്തു പോയി. ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഈ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തുടരാൻ പറ്റാത്ത സ്ഥിതി വരെ ചിലപ്പോൾ അവിടെ വന്നു ചേരാം. കാരണം ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് ബാക്കി രാജ്യങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടേക്കാൾ കൂടുതലാണ്. കാരണം ഓൾറെഡി അവിടെ ഇൻഫ്ലേഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടി കഴിഞ്ഞാൽ അവിടെ ഈ റേറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയധികം റേറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇത്രയും ചീപ്പായിട്ട് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ടാണ് അമേരിക്കയിൽ മേടിക്കുന്നത്, അല്ലാണ്ട് നമ്മളുടെ സ്നേഹം കൊണ്ട് മേടിക്കുന്നതല്ല അല്ലേ? നമ്മുടെ ഇവിടുന്ന് ഓരോ സാധനങ്ങൾ മേടിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഇവിടുന്ന് ആ സാധനം ചീപ്പായിട്ട് കിട്ടുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അവരുടെ ആവശ്യമാണ് ചീപ്പായിട്ട് കിട്ടുക എന്നുള്ളത്. അതിന് താരിഫ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ അനുഭവിക്കാൻ പോകുന്നത് അമേരിക്കക്കാരനാണ്, ഇന്ത്യക്കാരനല്ല. ഇന്ത്യക്കാരന് വേറെ മാർക്കറ്റിൽ കിട്ടും, വേറെ എവിടെയെങ്കിലും പോയി ഓപ്പൺ ചെയ്യുകയും ചെയ്യും. അത് നടന്നിരിക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇപ്പോൾ എടുത്ത പോലത്തെ മെഷേഴ്സ് എടുത്ത് ഇവിടെ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടില്ലാണ്ടാക്കാനുള്ള വഴികൾ തേടിക്കോളും. അപ്പോൾ അതുകൊണ്ട് താരിഫിനെ ഒരു പരിധിക്ക് അപ്പുറത്തേക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതൊരു വിഷയമല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ.